ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതിനകത്ത് ഗാർലിക്കും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്യാം. പിന്നെ അതായത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ പ്രധാന താരം. നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒനിയൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒനിയൻ നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ സോട്ടാക്കി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി കുരുമുളക് പൊടി ആഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ആൻഡ് മീൻ വെയിൽ ഞാൻ അപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ഇതാ നമ്മുടെ മുട്ടയുടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ഒഴിച്ചു കൊടുത്തു. നമ്മളത് നല്ലപോലെ കുക്കാവാൻ സമ്മതിക്കരുത്. നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗിൻ്റെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. ആൻഡ് ഞാൻ കുറച്ചൊരു ഹാഫ് സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസും കൂടെ ആഡ് ചെയ്തു. ഇതാ നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ലപോലെ ടോസ്റ്റായി വന്നിട്ടുണ്ട്. ചീസൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടി ചീസൊക്കെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളി ടേസ്റ്റാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.